ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു K2 അപ്ഡേറ്റ്സ്. സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. K2 ഇയർ ബാക്ക് സിസ്റ്റം ഈ അക്കാഡമിക് ഇയറിൽ ക്യാൻസലാക്കിയിരിക്കുന്നു. ബിടെക് 2019 സ്കീം പ്രകാരം S5ലേക്ക് കയറാൻ S1 S2വിൽ നിന്ന് 21 ക്രെഡിറ്റും S7ലേക്ക് കയറാൻ S1 മുതൽ S4ൽ നിന്ന് 47 ക്രെഡിറ്റാണ് വേണ്ടത്. കോവിഡ്-19 മൂലമുണ്ടായ തടസ്സങ്ങൾ കണക്കിലെടുത്ത് 3 അക്കാഡമിക് ഇയറുകളിൽ താൽക്കാലികമായി ഒഴിവാക്കിയിരുന്ന ഇവ 57ാമത് സിൻഡിക്കേറ്റ് പുനഃസ്ഥാപിക്കുകയും 2023-24 അക്കാഡമിക് ഇയറിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. എന്നിരുന്നാലും ക്രെഡിറ്റ് കുറവുകൾ കാരണം പ്രൊമോഷൻ എലിജിബിൾ ആവാത്ത വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ എഴുതി കാണിക്കുന്ന കുറേ നിവേദനങ്ങളും പ്രതിഷേധങ്ങളും യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിരുന്നു. അക്കാഡമിക് ബ്രാഞ്ചിൻ്റെ അനാലിസിസ് വഴി ഈ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ബിടെക് പ്രോഗ്രാമിന് ഏകദേശം 4208 വിദ്യാർത്ഥികൾ സെമസ്റ്റർ 7 രജിസ്ട്രേഷനിലേക്കുള്ള ക്രെഡിറ്റ് ആവശ്യകത പാലിക്കുന്നില്ല. രണ്ടാമത്, ഏകദേശം 6428 വിദ്യാർത്ഥികൾ സെമസ്റ്റർ 5ലേക്കുള്ള രജിസ്ട്രേഷന് യോഗ്യരല്ല. മൂന്നാമത്, ബിടെക്കിലെ അതാത് കോഡ് ഗ്രൂപ്പുകളിൽ ഏകദേശം 15%-വും 20%-വും ഈ വിദ്യാർത്ഥികളാണ്. സെമസ്റ്റർ 5ലേക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് പുരോഗമിക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ 2024 സിലബസിൽ മാറേണ്ടി വന്നേക്കാം. ഇത് താൽക്കാലിക കോഴ്സ് ആവശ്യകതകൾ കാരണം അധിക അക്കാഡമിക് ഭാരത്തിലേക്ക് നയിച്ചേക്കാം. അഞ്ചാമത്, ബിടെക് പ്രോഗ്രാമിന് സമാനമായി മറ്റ് ബിരുദ പ്രോഗ്രാമുകളിൽ നിന്നുള്ള ഗണ്യമായ എണ്ണം വിദ്യാർത്ഥികൾക്കും ക്രെഡിറ്റ് ആവശ്യകതകൾ നിറവേറ്റാത്തതിനാൽ അക്കാഡമിക് തുടർച്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അക്കാഡമിക് പ്രത്യാഘാതങ്ങളും വിദ്യാർത്ഥികളുടെ സ്വാധീനത്തിൻ്റെ വ്യാപ്തിയും കണക്കിലെടുത്ത് ഈ വിഷയം വിശദമായി പരിശോധിച്ചു. അക്കാഡമിക് ബ്രാഞ്ചിൻ്റെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലും തുടർച്ച ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത കണക്കിലെടുത്ത് അക്കാഡമിക് പുരോഗതിയിൽ തുല്യതയും കണക്കിലെടുത്ത് വൈസ് ചാൻസലർക്ക് മുമ്പാകെ ഒരു നിർദ്ദേശം സമർപ്പിച്ചു. അതനുസരിച്ച് 2015 APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ സെക്ഷൻ 14 പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് 2025-26 അക്കാഡമിക് ഇയറിലേക്കുള്ള എല്ലാ ബിരുദ പ്രോഗ്രാമുകളുടെയും ഉയർന്ന സെമസ്റ്ററിലേക്കുള്ള സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള മിനിമം ക്രെഡിറ്റ് ആവശ്യകത ഒഴിവാക്കാൻ വൈസ് ചാൻസലർ അനുമതി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച അക്കാഡമിക് താൽപ്പര്യം മുൻനിർത്തിയാണ് ഈ തീരുമാനമെടുക്കുന്നത്. കൂടാതെ അക്കാഡമിക് കൗൺസിലും ഗവർണർ ബോർഡിനും മുമ്പാകെ റിപ്പോർട്ടിനായി സമർപ്പിക്കും. ഫോർ മോർ അപ്ഡേറ്റ്സ്, സബ്സ്ക്രൈബ് ടു K2 അപ്ഡേറ്റ്സ്.